സീസണിന്റെ അവസാനം ഞാൻ ഏറ്റവും അധികം കാത്തിരുന്നൊരു അഭിമുഖം, അതിനെപ്പറ്റിയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇത്. അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം, അനീഷിന് കിട്ടിയ ഒരു വരവേൽപ്പ് അത് എടുത്തു പറയണം. അതിഗംഭീര വരവേൽപ്പായിരുന്നു. എയർപോർട്ടിലും പിന്നെ കോടന്നൂരും ഇതിന്റെയൊക്കെ വീഡിയോസ് കണ്ട് ശരിക്കും ഷോക്കായി. ഒരു വിന്നർക്കാണ് സാധാരണ ഇങ്ങനെയൊക്കെ കിട്ടാറുള്ളത്, കപ്പും പിടിച്ച് വരുന്ന ഒരു വിന്നർക്കാണ് ഇങ്ങനെയുള്ള വരവേൽപ്പ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിനെയൊന്നും ചെറുതാക്കി തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതിലേറെ ആളുകൾ അനീഷിനെ കാണാൻ എത്തി എന്നുള്ളതാണ്. ആ സമയത്തൊക്കെ ആ മനുഷ്യന്റെ ഒരു നിപ്പൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് എങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നു അല്ലെ? അദ്ദേഹത്തിന് ബിഗ് ബോസിനകത്ത് വെച്ചൊരു അവാർഡൊക്കെ കിട്ടിയതായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏറ്റവും അധികം ആളുകളെ എയർപോർട്ടിൽ കാണാൻ എത്തുന്ന വ്യക്തി. അതങ്ങനെ തന്നെ വന്നു, ഒരു രക്ഷയില്ല. ഇന്നലെ ആയിരുന്നു അനീഷ് കോടന്നൂർ എത്തിയത്. ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മൻസ് റെസ്പെക്ട്, എല്ലാ കാലവും അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു വരവേൽപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം വീട്ടിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് ബിഗ് ബോസ് കഴിഞ്ഞ് മത്സരാർത്ഥികൾക്ക് എന്തൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അനീഷിനെ എന്ന് മാത്രമല്ല എല്ലാവരെയും തേടി എത്തട്ടെ. അക്ബർ, നെവിൻ, ഇവരെയൊക്കെ തേടി എത്തട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അഞ്ജന നമ്പ്യാർ ആരാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസ് മലയാളത്തിന്റെ HRM ആണ്. പുറത്തിറങ്ങുന്ന മത്സരാർത്ഥികളെ ആദ്യം ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോ വിവാദമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. കുറെ കാര്യങ്ങൾ അനീഷ് നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഞ്ജന നമ്പ്യാർ ഫസ്റ്റ് തന്നെ അനീഷിന്റെ ചെറിയ രീതിയിൽ ഒന്ന് ചൊറിയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വിനയം ശരിക്കും ഉണ്ടോ അങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ചോദിക്കുന്നു, ശരിക്കും അനീഷ് ഒരു സാധാരണക്കാരനാണോ? എല്ലാവരുടെ അടുത്ത് പോയിട്ടും അനീഷ് ഒരു സാധാരണക്കാരാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും അവിടെ സാധാരണക്കാരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത് എന്തോന്ന് ചോദ്യമാണിത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനീഷ് അങ്ങനെ പറഞ്ഞത് ഏത് സെൻസിലാണെന്ന് എനിക്ക് പോലും മനസ്സിലായി. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്, അല്ലാതെ ബിഗ് ബോസിന് ക്രൂ മെമ്പർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു നിരൂപകനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഇതിന് അനീഷ് കൊടുക്കുന്ന ഉത്തരം ഈ രീതിയിലുള്ളത് തന്നെയാണ്. ബിഗ് ബോസ് പോലൊരു ഷോയ്ക്കകത്ത് 100 ദിവസം നിൽക്കാൻ പറ്റിയ റണ്ണറപ്പ് ആവുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് പറയാനായിട്ട് പറ്റും, ഞാൻ 4 ആൾ അറിയുന്ന ഒരു സാധാരണക്കാരനാണ് എന്ന്. അപ്പോൾ അതിൽ അഭിമാനം ഉണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തൃശ്ശൂരൊക്കെ നടക്കുമ്പോൾ 4 ആൾ എന്നെ തിരിച്ചറിയും. ഈ രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. വളരെ തന്ത്രപരമായിട്ട് ഈ ഒരു ചോദ്യത്തെ നേരിട്ട പോലെ തോന്നി. അപ്പൊ ഇതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലായിരിക്കും അനീഷിന്റെ അടുത്തുള്ള ഒരു 4-5 മാസം എന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു ലൈം ലൈറ്റ് ഇദ്ദേഹത്തെ പോലെ ഒരാള് ശരിക്കും അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വളരെ ഹംബിൾ ആയിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ കണ്ടതാണ് വിന്നറുടെ ഹുങ്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം അഞ്ജന ചോദിക്കുന്നു, അനീഷ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തത്? അനീഷ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരുപാട് ലാംഗ്വേജസ് കണ്ട് പ്രിപ്പയർ ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ അനീഷ് പറഞ്ഞിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ അനീഷ് പറയുന്നത്, ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും കേരളത്തിലെ ഏതൊരു ബിഗ് ബോസ് ഫാനിനെ പോലെയും ഞാൻ അതിനെയൊക്കെ നെഞ്ചിലേറ്റി നടന്നു. ഞാനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിലും ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്തേനെ എന്ന് ആലോചിച്ച് നോക്കി. ഇതുകൊണ്ടാണ് ബിഗ് ബോസ് യാത്ര എനിക്ക് എളുപ്പമായത് എന്ന് അനീഷ് പറയുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ റോബിൻ ഏതോ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, 2022 മറ്റോ അനീഷ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നുവെന്ന്. ഇതിലെങ്ങനെയാണെന്ന് പോകാൻ പറ്റുക എന്നതായിരുന്നു അനീഷ് അന്ന് റോബിനോട് ചോദിച്ച ആ ഒരു ചോദ്യം. അപ്പൊ അന്ന് റോബിൻ അത് കണ്ടിരുന്നില്ല. പിന്നീട് സീസൺ 7 അനീഷ് വന്നതിന് ശേഷമാണ് റോബിൻ ആ ഒരു മെസ്സേജ് കണ്ടത്. ഇതിനെപ്പറ്റി റോബിൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും. അല്ലാതെ അതിനകത്ത് വേറെ വലിയ സംഭവങ്ങളൊന്നും, ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം അത്രേ ഉള്ളൂ. ജീവിതത്തിൽ വിജയിക്കാൻ ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതാണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്, ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. അപ്പൊ ഇങ്ങനൊരു കാര്യം ഇത് റോബിൻ പോലും പറയുന്നുണ്ട് അനീഷിനെ പറ്റി. അദ്ദേഹം അത്രയും ആഗ്രഹിച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി കൂടിയത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, റോബിൻ തന്നെ പറയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കോമന്റ് ആണ്, അനീഷ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് എന്നാണ് ആ ഒരു കമന്റ്. അപ്പൊ ആ ഒരു കമന്റ് ശരിക്കും അത് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, ബിഗ് ബോസ് എന്ന ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അനീഷ് എന്ന് പറയുന്നത്. മുടങ്ങാതെ ഓരോ എപ്പിസോഡും കണ്ട ഒരാള്. അപ്പൊ എങ്ങനെ ഒരു ഓഡിയൻസ് ഗെയിം കളിക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു. ഓഡിയൻസ് ഗെയിം കളിക്കാതെ ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഒരു ഷോയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പ്രേക്ഷകരെ പൾസ് അറിഞ്ഞ് കളിക്കേണ്ട ഒരു ഷോയാണ് അത്. അനീഷ് നല്ല രീതിയിൽ തന്നെ കളിച്ചു, കളിക്കേണ്ട സ്ഥലങ്ങളിൽ കളിച്ചു, ജീവിക്കേണ്ട സ്ഥലത്ത് ജീവിച്ചു.
എന്റർടൈൻമെന്റും റിയാലിറ്റിയും ഒരേപോലെ അനീഷിന്റെ കേസിൽ അലൈനായി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കഴിഞ്ഞ് അനീഷ് ബിഗ് ബോസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മബന്ധത്തെ പറ്റിയും ഇന്റിമസിയെ പറ്റിയും ഷോ നീട്ടിക്കിട്ടുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ, ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു എന്ന് അനീഷ് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അനീഷ് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്ത് നോക്കി അനീഷിന് പറയാൻ പറ്റുമോ 2 ദിവസം മുമ്പാണ് 3 ദിവസം മുമ്പാണ് ഞാൻ വിളിച്ചത് എന്ന്. അപ്പൊ ഈ പുള്ളിക്കാരത്തി HRM ആണ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയതുകൊണ്ട് തന്നെ പറയുന്നു അനീഷിനോട് ആദ്യമായിട്ട് ഇന്നാണെന്ന് പറഞ്ഞത് ഞാനാണ്, അപ്പൊ ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം ഹൗസിനകത്ത് വെച്ച് അനീഷ് ക്ലിയർ ചെയ്തതാണ്, അദ്ദേഹത്തിന് ഒരു മറവി ഉണ്ടായതാണെന്ന് ഈ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അനാവശ്യ ചോദ്യമായിരുന്നു എന്ന് തോന്നി. അന്ന് ലാലേട്ടൻ ഒരു വിവാദമാക്കിയപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, ബിഗ് ബോസ് എന്ന ഗെയിമുമായിട്ട് ഇതിനൊരു ബന്ധവും പ്രസക്തിയും ഒന്നുമില്ല. നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കള്ളം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ വെറുക്കില്ല. ഇത് അറിയാവുന്നത് കൊണ്ടായിരിക്കണം അഞ്ജന ഇത് വിട്ടുകളയുകയായിരുന്നു, അല്ലാതെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യനും ഇതിനുണ്ടായില്ല. പിന്നെ അനീഷാണ് ആദ്യം ആ വീട്ടിൽ കയറിയത്, അവസാനം ഇറങ്ങിയതും അനീഷാണ്. അതേപോലെ അനുമോള് ആദ്യമായിട്ടാണോ കണ്ടത്, കളിയാക്കിയതാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ അനീഷ് വ്യക്തമായ രീതിയിൽ തന്നെ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. പിന്നെ അഞ്ജന ചോദിച്ചൊരു ചോദ്യം, 5 വർഷം ലീവ് എടുത്തത് എന്തിനു വേണ്ടിയാണ്? പുറത്തെല്ലാവരും പറയുന്നത് ഗവൺമെന്റ് സർവീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നാണ്. അകത്ത് വേറൊരു സ്റ്റോറി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 100 ദിവസവും ലൈവ് സ്ട്രീം കണ്ട ഒരാളാണ്. പലപ്പോഴായിട്ട് ഷാനവാസിനോട് അനീഷ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മളും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇത് സംസാരം അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. UAE പോയ കാര്യവും അതേപോലെ ജോലി കിട്ടാതെ വിസിറ്റിംഗ് വിസ തീരാറായി തിരിച്ചു വന്ന കാര്യം ഒക്കെ അനീഷ് വീണ്ടും പറയുന്നുണ്ട്. ഒന്ന് ഓർത്തോണം, ഇത് ലൈവില് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പിസോഡിൽ ഇതൊക്കെ കാണിക്കത്തില്ല, ഓഫ്കോഴ്സ് കാണിക്കില്ല. ഇതൊക്കെ ഞാൻ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടെന്നപ്പോ. എന്നിട്ടും അഞ്ജന ഇത് ചോദിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം ലീവ് എടുത്തത് എന്ന് വ്യക്തമായി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യുകയാണ് അവിടെ. അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്നവരാരും ലൈവും കണ്ടിട്ടില്ല, പിന്നെന്താണ് ഇതിന്റെ ഒന്നും ക്ലിപ്പുകളോ ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു സമയത്താണ് അനീഷ് ബുക്ക് എഴുതിയത് എന്ന് പുള്ളി വ്യക്തമായി പറയുന്നുണ്ട് അവിടെ. അപ്പോ അത് ബുക്ക് എഴുതി തുടങ്ങി. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വരേണ്ടതായിരുന്നു, അന്ന് സെലക്ഷൻ കിട്ടിയില്ല എന്നും അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തുടർ ചോദ്യം എന്ന നിലയ്ക്ക് അഞ്ജന ചോദിക്കുന്നുണ്ട്, ഒരു ഷ്യൂരിറ്റിയും ഇല്ലാത്ത ജോലിക്ക് വേണ്ടി 5 വർഷം ലീവ് എടുത്തോ? എനിക്കും ചോദിക്കാൻ പോയ കാര്യമാണ്. അപ്പൊ അനീഷ് പറയുന്നു, എനിക്ക് അത്രയും അഷുറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത്, 95% അഷുറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത്, അത്രയും ഉറപ്പുള്ള ഒരു ജോലിയായിരുന്നു എന്ന് പറയുന്നത്, എന്നിട്ട് ഇവിടെ കിട്ടാതെ പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും ഒന്നും ഒരാളുടെ പേഴ്സണൽ ലൈഫ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്ര പേരാണ് അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്? ആരും, എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ലക്ഷ്മി എന്ന് പറഞ്ഞാല് ഇപ്പോ ലക്ഷ്മി ദേവതയായി കഴിഞ്ഞു. പുറത്ത് എവിക്റ്റ് ആയപ്പോ ഉള്ള നെഗറ്റീവ് ഒന്നും അല്ല, ഹെവി പോസിറ്റീവ് ആണ് ഇപ്പൊ. അതിന്റെ കാരണങ്ങളൊക്കെ വേറെ കാര്യം, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ ലക്ഷ്മിയുടെ പേരിൽ എത്ര കേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇവരുടെ വിവാഹ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇവരുടെ അമ്മായിമ്മയോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ആ ഒരു ലൈഫ് സ്റ്റോറി ടാസ്കിന്റെ ഭാഗമായിട്ട് ലക്ഷ്മിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. കുറെ ഹൈഡ് ചെയ്തും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഒരാൾ ഈ ഒരു പ്ലാറ്റ്ഫോമില് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഹൈഡ് ചെയ്ത് പറഞ്ഞിട്ട് അനീഷ് തുറന്ന പുസ്തകം ആവണമെന്ന് പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. ആ ഒരു ഇരട്ടത്താപ്പിനോട് ഒട്ട് യോജിച്ചു കൊടുക്കാനും പറ്റില്ല. പിന്നെ അഞ്ജനാനെ അനീഷിനെ പറ്റി പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു കോമണറും ഇതുവരെ ഇത്രയും ദൂരം എത്തിയിട്ടില്ല, ചെറിയൊരു വേരിയേഷനിലാണ് അനീഷ് വിന്നർ ആവാതെ പോയത്. ഇതൊരു മേജർ ക്ലാരിഫിക്കേഷൻ ആണ്, വെളിപ്പെടുത്തലാണ്. താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ ഫോർ ദാറ്റ്. ഇന്ന് ഏഷ്യാനെറ്റ് ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്, അനീഷിന് 42.7%, പിന്നെ അനുമോൾക്ക് എന്തോ 59% ഫിനാലയുടെ വിന്നിംഗ് മൂമെന്റിന്റെ സമയത്താണ്. ഇത് കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണോ അഞ്ജന സംസാരിച്ചത് എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നില്ല. പിന്നീട് നമ്മളൊക്കെ ഇത് വിമർശിച്ചപ്പോഴാണ് അനുമോളുടെ ഈ ഒരു വോട്ട് ഷെയർ ബിഗ് ബോസ് കാണിച്ചത്. എന്താണെങ്കിലും എന്റെ മനസ്സിലെ വിന്നർ അനീഷ് തന്നെയാണ്. അത് 10% വോട്ട് ഷെയർ ഒന്നും എനിക്കൊരു പുത്തരിയേ അല്ല, അനീഷാണ് എന്റെ മനസ്സിലെ വിന്നർ. കഴിഞ്ഞ സീസണിൽ അർജുന വിന്നറായിട്ട് കാണുന്ന ആളുകളുണ്ട്, ഓക്കെ, അനീഷാണ് എന്റെ വിന്നർ. അപ്പൊ അതുകൊണ്ടാണ് അനുമോളുടെ അഭിമുഖം പോലും ഞാൻ റിയാക്ട് ചെയ്യാതെ നമ്മളിവിടെ അനീഷിന്റെ അഭിമുഖത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര നിങ്ങൾ മനസ്സിലാക്കുക, വിന്നർ ആയതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എപ്പോഴും ഒരു വാലിഡ് റീസൺ ഉണ്ടാവണം, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടകം കാണണം.
അങ്ങനെ ഒരുപാട് വാലിഡ് റീസൺസ് അനീഷിനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. അഞ്ജന പറയുന്ന പോലെ വെറുപ്പിന്റെ അങ്ങേയറ്റം കുട്ടിശങ്കറിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അതാണ് മെയിൻ ഒരു കാര്യം. ഇദ്ദേഹം ഗെയിമിൽ കാഴ്ചവെച്ച ക്വാളിറ്റി എല്ലാ കാലത്തും ഓർത്തിരിക്കപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു വലിയ വെളിപ്പെടുത്തൽ അഞ്ജന നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അഞ്ജനയുമായിട്ട് അനീഷ് തർക്കിച്ചിട്ടുണ്ട് എന്ന്. ഹൗസിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഞ്ജനയുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള സ്കോപ്പൊന്നുമില്ല. പ്രവേശിക്കുന്നതിന് മുമ്പാണ്, ഓഡീഷന്റെ സമയത്തുള്ള കാര്യമാണ്. അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞ ഒരാളിൽ നിന്നും ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു വക്കിൽ വരെ അനീഷ് എത്തി, പ്രപ്പോസ് വരെ ചെയ്തു. ആ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നു, ബിഗ് ബോസ് തിരിച്ചറിവുകളുടെ ഒരു ഷോ ആയിരുന്നു, ഒരുപാട് തിരിച്ചറിവുകൾ അനീഷിന് ഉണ്ടായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഒരു റൂം ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നതെന്ന് അനീഷ് പറയുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ഒരു സ്ത്രീ വിരുദ്ധത അങ്ങ് വിട്ടുപോയ പോലൊക്കെ തോന്നിയതെന്ന് അനീഷ് പറയുന്നുണ്ട്. പുറത്തങ്ങനെ അത്രയും നല്ലൊരു ഫീമെയിൽ ഫ്രണ്ട് ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ തന്നെ തുടക്കകാലത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്തൊക്കെ ഇതിനൊക്കെ ഒരു സൈക്കോളജിക്കൽ സൈഡിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഇന്റർവ്യൂവിൽ. ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അഞ്ജന ചോദിച്ചത്. അതിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തലുണ്ട് കേട്ടോ. അനീഷ് വിട്ട കേസാണ്, അനീഷാണ് അത് വിട്ടത്. അദ്ദേഹം അത്രയും മെച്യൂർ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആ ചാപ്റ്റർ അവിടെ അദ്ദേഹം ക്ലോസ് ചെയ്യുകയായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ടാണ് അനീഷ് മുന്നോട്ട് പോയത്. അവിടെയും പുറകെ പോയി കുത്തിപ്പൊക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് 24/7 ലൈവ് കണ്ട നമുക്കറിയാം. സോ അതൊരു തിരുത്തലാണ്. അനീഷ് വിട്ടു എന്ന് പറയുന്നതാവും കറക്റ്റ്, അല്ലാതെ അനുമോൾ ഇത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അഞ്ജന അനീഷിന്റെ ഗെയിമിലെ കുറച്ച് നല്ല വശങ്ങൾ പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ, സ്റ്റോർ റൂം, ബാറ്ററി, ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ചോദ്യം റീ എൻട്രി ആയിരുന്നു. ലാസ്റ്റ് വീക്കിൽ റീ എൻട്രി വളരെ മോശമായ രീതിയിൽ ഉള്ളതായിരുന്നു എന്നും അവരൊക്കെ മോശമായിട്ട് ടാർഗറ്റ് ചെയ്തു എന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും റെസ്പെക്ട് ചെയ്യുന്നു എന്ന് അനീഷിനോട് പറഞ്ഞതായിട്ട് അനീഷ് ഇവിടെ പറയുന്നുണ്ട്. പുറത്തുപോയി എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. അപ്പൊ അതൊക്കെ അനീഷിന് മനസ്സിലായി. ഹഗ് ചെയ്തതും ഒക്കെ അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ഭാഗമാണെന്ന് അനീഷ് പറയുന്നുണ്ട്. എനിക്കും തോന്നുന്നു BB മലയാളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം റീ എൻട്രീസ് ആണ് നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടത്. കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇത് കഴിഞ്ഞൊരു ചോദ്യത്തില് അഞ്ജന ചോദിക്കുന്നത് അനീഷിന്റെ നടത്തം, അതേപോലെ ദേഷ്യം. ഇവിടെയൊക്കെ അനീഷ് നേർരേഖയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഫോക്കസ് വെച്ച് പുലർത്തി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലൈനിൽ കൂടി തന്നെ നമ്മൾ നടക്കണം എന്നുള്ള ഒരു തോട്ട് വരികയാണ്. ദേഷ്യത്തെ പറ്റി ഇദ്ദേഹം പറയുന്നത് ലോങ് ടൈം ഗ്രഡ്ജ് വെക്കുന്ന ഒരാളൊന്നും അല്ല അനീഷ്. ഞാൻ ഇത് ലൈവിൽ കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ആരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പോയി സോൾവ് ചെയ്യാറുണ്ട്. ഇതിലൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ജ്യൂസ് കമ്പനി ടാസ്ക് ആയിരിക്കും. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അഞ്ജന ഇത് ചോദിക്കുന്നുണ്ട്. അതിൽ കയ്യിന്ന് പോയി എന്ന് അനീഷ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കയ്യിന്ന് പോയ കേസ് തന്നെയാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കയ്യിന്ന് പോയ കേസ് തന്നെയാണ്. ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അനീഷിന്റെ കയ്യിന്ന് പോയതാണ്. പിന്നെ എന്താന്നേ കാര്യങ്ങൾ റിപ്പീറ്റ് പറയുക, സോഫയുടെ ഒരറ്റത്ത് നിൽക്കുക, ഇതൊക്കെ അനീഷിന്റെ ലൈഫിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഈ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അനീഷ് അനിയനെ വിളിച്ചുണർത്തുന്ന കാര്യവും പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ച് ഫസ്റ്റ് പൊസിഷനിൽ ഇരുന്ന കാര്യവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും സ്ട്രാറ്റജി ആണെന്നും പിന്നെ ഈ പ്രിപ്പറേഷന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇതൊക്കെ എടുത്തൊന്ന് കേൾക്കണം കേട്ടോ. അച്ചടക്കമുള്ളൊരു കുട്ടിയായി ജീവിച്ചുകൊണ്ട് തന്നെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരാളാണെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ അപ്ബ്രിങ്ങിങ് ഏത് രീതിയിലുള്ളതായിരുന്നു എന്നും സ്കൂളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ പോകുന്ന ഏതൊരാൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അനീഷ് ജയിലിന്റെ ഐശ്വര്യം, അത് ഞാൻ അങ്ങനെ വിചാരിച്ച് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അഞ്ജന ചോദിക്കുന്നത് അനീഷ് ജയിലിന്റെ ഐശ്വര്യം. അനീഷ് ജയിലിൽ കിടന്ന് നല്ലോണം വർക്ക്ഔട്ട് ആയി എന്ന് അഞ്ജന തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇത് പുറത്തൊരു ടോക്ക് നല്ലപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അനീഷിനെ അനീതിപരമായിട്ട് ജയിലിൽ ആക്കി, അങ്ങനെയൊക്കെയുള്ളൊരു ടോക്ക് പുറത്ത് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വർക്ക്ഔട്ടായി. ഇത് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഒരാളെ 5 തവണ ജയിലിൽ പ്രവേശിപ്പിച്ചു, ഇതിൽ ബിഗ് ബോസ് എന്താണൊന്നും പറയാത്തത്, ഇങ്ങനെ എന്തുകൊണ്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോ ഇതൊക്കെ പുറത്ത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയ കേസുകളാണ്. ഇത് കഴിഞ്ഞിട്ട് വന്നൊരു ടോക്കാണ് അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് സ്ട്രാറ്റജി ആണ് എന്ന് പുറത്തൊരു ചർച്ച വന്നു. അങ്ങനെ ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇത്
ഇവര് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ അനീഷിന് ഷാനവാസ് എന്നുള്ളൊരു നീട്ടിവിളിയിൽ തന്നെ ഉണ്ടെല്ലാം. അനീഷിന് ഷാനവാസ് എന്തായിരുന്നു എന്നുള്ളത് ആ ഒരു നീട്ടിവിളിയിൽ തന്നെയുണ്ട്. ഷാനവാസെ നീട്ടി വിളിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം വീണുപോയ സമയത്ത് പോലും അനീഷ് എടുത്തൊരു എഫേർട്ട് ഉണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അനീഷ് പീക്ക് ദയർ. ഗെയിമും കാര്യവും ഒക്കെ അവിടെ രണ്ടാമതാണ്, സെക്കൻഡറി ആണ്. ലിവിംഗ് റൂമില് കൂട്ടത്തല്ല് നടക്കുമ്പോഴും ഷാനവാസ് വീണ് കടന്ന് അദ്ദേഹത്തെ കൺഫെഷൻ റൂമിലെത്തി ലിവിംഗ് റൂമിൽ കൂട്ടപ്പൊരിച്ചില് നടക്കുമ്പോഴും അനീഷ് എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ അദ്ദേഹം കാഴ്ചവെച്ചൊരു ക്വാളിറ്റി ഉണ്ട്, അതിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അപ്പോ അതൊന്നും അങ്ങനെ ഓവറായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നാട്ടില് കേട്ടില്ല അല്ലെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടി അനിയനെ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു ഡബിൾ സ്റ്റാൻഡ് എന്ന നിലയ്ക്കൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഷാനവാസ് ഇതൊക്കെ വെച്ച് ഗെയിം കളിച്ചതാണ് ഓൾറെഡി. അതൊക്കെ എക്സ്പോസ് ആയി പോയതുമാണ്. ഷാനവാസിന്റെ ഗെയിം ഒക്കെ പാടെ ആ ഒരു കേസിൽ പൊളിഞ്ഞു പോയതാണ്. ഷാനവാസ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വീക്കിൽ വഴക്കുണ്ടാക്കിയത്. ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായിരുന്നു. അപ്പൊ അനീഷ് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ ഈ ഒരു അഭിമുഖത്തിലും പറയുന്നുണ്ട്. മനസ്സിലായില്ല ഈ ഒരു കാര്യം? ഇത് വളരെ കാഷ്വൽ ആയിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ അനിയനെ ആദ്യം വിളിക്കും. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനും മാത്രമേ ഉള്ളൂ. അപ്പം അച്ഛനെയും അമ്മയും വിളിക്കും എന്ന് പറഞ്ഞാൽ അതവിടെ പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. ബട്ടൺ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാനുള്ള വഴിയൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഫ്യൂച്ചർ പരിപാടി എന്ന് ചോദിച്ചപ്പോ അനീഷ് പറയുന്നു പുതിയൊരു ബുക്കിന്റെ പ്രസിദ്ധീകരണം, അതാണ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു അഭിമുഖത്തിൽ ഉണ്ടായിരുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഈ വീഡിയോ കാണുന്ന ആരും ഇത് കാണാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നറിയാം. ഇന്നലെ രാത്രി വന്നതാണ്. 6,50,000 ഒക്കെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും പറയുകയാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇത് കഴിഞ്ഞ് കുറച്ച് കാഷ്വൽ ക്വസ്റ്റ്യൻസ് അഞ്ജന നമ്പ്യാർ ചോദിക്കുന്നുണ്ട്. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമണർ എന്ന നിലയ്ക്ക് ഇനി വരാൻ പോകുന്ന കോമണേഴ്സിന് എന്താണ് ഒരു ടിപ്പ് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നു, ജെന്യുവൻ ആയിട്ട് നിൽക്കുക. ജെന്യുവൻ ആയിട്ട് നിന്നാൽ മാത്രം മതി. അത് അനീഷ് പറയുന്നുണ്ട്. ഇതാണ് ഒരു ടിപ്പ്, ഏറ്റവും നല്ല ടിപ്പ് ഇത് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അനീഷിനെ കണ്ടു പഠിക്കുക. മാതൃകയാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഗെയിമറാണ്. ബിഗ് ബോസിനകത്ത് എവിടെയൊക്കെ ഗെയിം കളിക്കണം, എവിടെയൊക്കെ നമ്മൾ റിയൽ ആയിട്ട് നിൽക്കണമെന്ന് അനീഷിനെ കണ്ടു തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അഞ്ജന പറയുന്നുണ്ട്, അനീഷ് ഇല്ലാത്തൊരു എപ്പിസോഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ സീസണിൽ. നിങ്ങളൊരു ടോട്ടൽ പാക്കേജ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി വിത്ത് യു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അഞ്ജന നമ്പ്യാർക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവസാനം വെറുതെ ഒരു ചോദ്യം, അനുമോളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? ഉടനെ അനീഷ്, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, അത് അവിടെ തീർന്നു. ഇല്ല, ഈ പരിപാടിയുടെ പേരെന്താണ്? ലൈൻ കട്ട്. അത്രേ ഉള്ളൂ. ഞാൻ ചിരിച്ചുപോയി കേട്ടോ, ചിരിച്ചുപോയി. ലൈൻ കട്ട് എന്ന് അഞ്ജന നമ്പ്യാർ പറഞ്ഞത് എനിക്ക് ചിരിയാണ് വന്നത്. വാക്കുകൾ അളന്നു നോക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ്. ഓരോ വാക്കും എണ്ണി ചിട്ടപ്പെടുത്തി അങ്ങനെ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പോ അനീഷിനെ പറ്റിയുള്ള നമ്മുടെ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഇതായിരുന്നു. ഈ സീസണിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളാണ്, ഈ സീസണിൽ തരംഗം ഉണ്ടാക്കാൻ പോകുന്ന ഒരാളാണ് ഇദ്ദേഹം. വാക്കുകൾ അളന്നു നോക്കി സംസാരിക്കുന്ന ഒരാളാണ്. ഈ സീസണിലെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി നിങ്ങൾക്ക് അറിയാം, പ്രഡിക്ഷൻ തെറ്റിയില്ല. അങ്ങനെ ഒരാളോട് പോയിട്ട് അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ അളന്നു നോക്കി വെച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഇതൊന്നും അറിയാത്ത കുറെ മഞ്ഞപ്പത്രം ചാനൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കോമഡി. അവന്മാർ അനീഷിന്റെ പുറകെ പോയി ബെയ്റ്റിന് വേണ്ടിയിട്ട് അനീഷിനെ ടോർച്ചർ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എയർപോർട്ടിൽ ഇദ്ദേഹം ബാഗ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും പോയിട്ട് നിന്നിട്ട് അനീഷിനെ ടോർച്ചർ ചെയ്തു. എന്തേലും പറ അനീഷേട്ടാ, മീഡിയ പേടിയാണോ? അനീഷ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്തേലും ബൈറ്റ് താ അനീഷേട്ടാ പ്ലീസ്, എന്തേലും ബൈറ്റ് താ. ഒരക്ഷരം പോലും അനീഷിന്റെ വായിന്ന് വന്നില്ല. അങ്ങനെ ഒരു ബെയ്റ്റ് കൊടുക്കേണ്ട ആവശ്യവും ഇല്ലെന്നേ. കാരണം അദ്ദേഹം എന്താണെന്ന് അറിയാവുന്നവർക്ക് അറിയാം. വാക്കുകൾ അളന്നു നോക്കി മാത്രമേ അനീഷ് സംസാരിക്കാറുള്ളൂ. ഈ ഒരു ഇന്റർവ്യൂവിലും അതെ, പറയുന്ന കാര്യത്തിലുള്ള വ്യക്തത, സ്ഫുടത, ഇതെല്ലാം നമ്മൾ എടുത്തു പറയണം. ഇത്രയും വ്യക്തമായ രീതിയിൽ സംസാരിച്ച് വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. വിന്നർ പോലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ച് മാറ്റി പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പറയുന്ന കാര്യത്തിൽ സ്ഥിരതയില്ല ഒന്നാമത്. അപ്പോൾ അവിടെയാണ് അനീഷ് സ്കോർ ചെയ്തത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നമ്മളും സൈൻ ഔട്ട് ചെയ്യുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. ശുഭരാത്രി.